അപ്പോൾ ഞാനും ആനന്ദും കൂടി ഇന്ന് ഒരു പ്ലെയിൻ സ്പോട്ടിംഗ് പ്ലസ് റെയിൽ ഫാനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആനന്ദ് നല്ല അടിപൊളിയായിട്ട് പ്ലെയിന് പടം എടുക്കും കേട്ടോ. കിടിലൻ പടമാണ് ആനന്ദിൻ്റെ പിക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പ്ലെയിൻ സ്പോട്ടിങ്ങും റെയിൽ ഫാനിങ്ങും കൂടെ കുറച്ച് ഈ വീഡിയോയുടെ പകുതി ഭാഗം പ്ലെയിൻ സ്പോട്ടിങ്ങും പകുതി ഭാഗം റെയിൽ ഫാനിങ്ങും ആണ്. അപ്പോൾ നമ്മളിവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ ഒരു പ്ലെയിൻ സ്പോട്ടിങ് വീഡിയോ ചെയ്യണമെന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. കുറേ റീല് കണ്ടിട്ടാണ്, റീലും യൂട്യൂബിലെ വ്ളോഗും ഒക്കെ. അപ്പോൾ ആ ഒരു കല്ലുംകുട്ടം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ടാവും. ഭയങ്കര തിരക്കാണ്. വൈറ്റ് ഒക്കെ നമ്മൾ രാവിലെയാണ് വന്നത്, തിരക്കിന്റെ സമയത്ത് നോക്കിയാണ് വന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു പ്ലെയിൻ സ്പോട്ടിംഗ് വീഡിയോ ചെയ്യാൻ വന്നതാണ്. നമ്മൾ വന്ന ഉടനെ തന്നെ ഒരു വിസ്താരയുടെ ഫ്ലൈറ്റും ഒരു കുവൈറ്റ് എയർവേസിന്റെ ഒരു എയർക്രാഫ്റ്റും കിടപ്പുണ്ട്. മുംബൈയിൽ നിന്ന് വന്നൊരു വിസ്താരമാണ് ഇപ്പൊ വന്നത്. അപ്പോ ഇപ്പൊ ഇവിടുന്ന് ഇത് മറ്റേ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലേ, എയർ ഏഷ്യ എക്സ്, അത് കണ്ട് ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ. ഇപ്പോൾ പോയത് ഡൽഹിക്ക് പോകുന്ന ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു A320 വിമാനമാണ്. അപ്പോൾ ഞങ്ങൾ പ്ലെയിൻ സ്പോട്ടിംഗ് ചെയ്യുന്നത് അതാണ്ട് ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ്. അതായത് ഈ ഫ്ലൈറ്റ് ഡാർ 24 എന്ന് പറയും. നമ്മൾ ഒരു ഫ്ലൈറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ലൈവ് ലൊക്കേഷൻ ഈ ആപ്പിൽ കാണാൻ പറ്റും. ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പ് സ്റ്റോറിലും എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് അടിപൊളിയാണ്. അതായത് നമ്മൾ ഈ ഒരു ആപ്പ് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊരു ഗൂഗിൾ മാപ്പിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് തന്നെ. അപ്പോൾ അതിലിങ്ങനെ കുറേ ഫ്ലൈറ്റ് കാണാൻ പറ്റും. എല്ലാം ഇതിൻ്റെ പക്ക കറക്റ്റ് ഇൻഫോർമേഷനാണ്. നമുക്കൊരു തെറ്റും പറയാൻ പറ്റത്തില്ല. നല്ല പക്ക ഇൻഫോർമേഷനാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ ഐക്കൺ എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇതിപ്പോൾ കണ്ടു, ഇത് കൊച്ചിയിൽ നിന്ന് ബംഗളൂരു പോകുന്നൊരു വിസ്താരയാണ്. അപ്പോൾ അത് ഏത് വിമാനമാണ്, A320 251 നിയോ, പിന്നെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ കൂടുതൽ അതിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ കുറേ ഡീറ്റെയിൽസൊക്കെ വേറെ അറിയാൻ പറ്റും. അതിൻ്റെ ഏജ് കാണിക്കാൻ പറ്റും, ഏജ് കാണാൻ പറ്റും. പിന്നെ സീരിയൽ നമ്പർ, അതിൻ്റെ എല്ലാ സംഭവം അതിൻ്റെ പ്രീമിയം എടുത്താൽ അറിയാൻ പറ്റും. പ്രീമിയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ പ്ലെയിൻ സ്പോട്ടിങ് അല്ലെ പ്ലെയിനിനെ പറ്റി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും, എല്ലാ സംഭവം അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്തുണ്ട്. അപ്പോൾ ഇത് എടുത്താൽ ഇതിനകത്ത് അറൈവൽസും ഡിപ്പാർച്ചറൊക്കെ കാണിക്കും. ഇപ്പോൾ അറൈവൽസ് ഉണ്ട്. അറൈവൽസ് നമ്മളെടുത്താൽ ഇതിനകത്ത് കണ്ട 10 രൂപ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു ഇൻഡിഗോ ഉണ്ട്.
പിന്നെ 10:45 ലണ്ടൻ ഒരു എയർ ഇന്ത്യ ഉണ്ട്. ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ, നമുക്ക് ഫോളോ ചെയ്യാനും എല്ലാം പറ്റും. അതെ, എല്ലാം പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റിന് ഇൻഫർമേഷൻ എടുത്താൽ അതിനകത്ത് എല്ലാം കാണിക്കും, എപ്പോൾ അറൈവലാണ്, എപ്പോഴാണെന്ന് വിട്ടത്. ഷോ ഓൺ മാപ്പ് കൊടുത്താൽ നമുക്ക് ഫോളോ ചെയ്യാം. അതെ, ആ ഷോ ഓൺ മാപ്പ് എടുത്താൽ മാപ്പിൽ ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് കാണിക്കും കണ്ടോ. അപ്പോൾ ആ ഫ്ലൈറ്റ് കടലിലാണ്, അത് ഇനി ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കണ്ടോ. പയ്യെ ഇങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഓരോ പരസ്യമൊക്കെ വരും, അതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇവിടുത്തെ ഡിപ്പാർച്ചർ എടുത്താൽ ഇതേപോലെ കാണിക്കും, ഇവിടെ നിന്ന് വിടുന്ന പ്ലെയിനുകളുടെ വിവരങ്ങൾ. ഇപ്പോൾ 9:55 ബംഗളൂരു ഇൻഡിഗോ ഉണ്ട്, പിന്നെ 10 മണിക്ക് ഒരു അബുദാബി എറ്റിഹാഡ് ഉണ്ട്, പിന്നെ അതിന് മുമ്പത്തെ ഫ്ലൈറ്റുകളുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാത്തൊക്കെ ആയിരിക്കും, ഡിലേഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രാവിലെ ഒരു 7:55 പുറപ്പെടുന്ന ബഹ്റൈൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുവരായിട്ടും വിട്ടില്ല, 12:40 റീഷെഡ്യൂളാണ് കേട്ടോ. രണ്ടാമത് വരുന്നത് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ കൊളംബോന്ന് കൊച്ചി വരുന്ന ഒരു A320 വിമാനമാണ്. അത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു ബോയിങ് 737 വരുന്നുണ്ട്. ഇത് ഇവിടുന്ന് സലാലയ്ക്ക് പോകുന്നൊരു 737 ആണ്. ഇതെല്ലാം ലേറ്റാണ്, ഇതൊരു 1/4 മണിക്കൂറൊക്കെ ലേറ്റാണ്. ഇത് 8:55 ഇവിടെ ടേക്ക് ഓഫ് ചെയ്യേണ്ട വണ്ടിയാണ്. ഇപ്പോഴായത് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്നത്, കാരണം എല്ലാം മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്തതിന് മുമ്പായിട്ട് നമ്മുടെ എമിറേറ്റ്സ് ലാൻഡിങ്ങിൽ വരുന്നുണ്ട്. 777 ബോയിങ് 777 നല്ല വലിയ വിമാനമാണ്, നമ്മുടെ ഈ ഫ്രെയിമിൽ ഒതുങ്ങുന്നതായിരിക്കും മിക്കവാറും. എമിറേറ്റ്സിൻ്റെ ദുബായിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ഒരു 777 വിമാനം തന്നെ വരുന്നുണ്ട് അങ്ങന്ന്. എന്ത് വലിയ വിമാനമല്ലേ 777. അനന്ത് വേണ്ട അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങ് പോയിരിക്കുകയാണ്, കാരണം അവൻ്റെ ക്യാമറയ്ക്ക് സൂം ലെൻസാണ്. അപ്പോൾ അടുത്ത് നിന്ന് കിട്ടത്തില്ലാത്തതാണ് അവൻ അങ്ങ് ദൂരെ പോയിരിക്കുക. അപ്പോൾ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വരുന്നുണ്ട് സലാലയ്ക്ക് പോകുന്നത്, ആ ടേക്ക് ഓഫ് ചെയ്യാൻ പോയപ്പോൾ.
കൊച്ചിയിൽ നിന്ന് ബംഗളൂരു വന്നൊരു A320 വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. വിസ്താര ഇവിടെ നിന്നെല്ലാം 320 കിട്ടത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ എമിറേറ്റ്സിൻ്റെ 777 അല്ലെ എയർ ഇന്ത്യയുടെ 787 വന്നാലേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണ്, അതായത് ഇന്ത്യയിലാണ് ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ സ്പോട്ടിങ് അത്ര വലിയ സംഭവമൊന്നും അല്ലാത്തത്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് വരെ ഇപ്പോൾ സുഹിച്ചേട്ടൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. ലണ്ടനിൽ അവിടെ ഇവിടെയൊക്കെ പ്ലെയിൻ സ്പോട്ടിങ്ങിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ പേര് ഇങ്ങനെ ട്രൈപ്പോഡും വെച്ച് നല്ല വലിയ ക്യാമറയൊക്കെ വെച്ച്, നമ്മളെ ഈ ഫോണിലും ചെറിയ ക്യാമറയിലെല്ലാം എടുക്കുന്നത്, അവർ വലിയ ക്യാമറയിലൊക്കെ ട്രൈപ്പോഡൊക്കെ വെച്ച് അവിടെ ഇരുന്ന് ഭയങ്കര സെറ്റപ്പാണത്. ട്രെയിൻ സ്പോട്ടിങ് അതുപോലെ തന്നെയാണ്. നമ്മുടെ ഇവിടെ അതിനെ ആരും സപ്പോർട്ട് ചെയ്യാത്തൊന്നും, അത് ഭയങ്കര ഒരു ഹോബിയാണ് എല്ലായിടത്തും. ഇവിടെ പ്ലെയിൻ സ്പോട്ട് ചെയ്യുന്ന കുറേ ചാനലൊക്കെ ഉണ്ട്. മുംബൈയിലൊരു ചാനലില്ല, മുംബൈ ട്രെയിൻ സ്പോട്ടിങ്ങോ അത് അങ്ങനത്തെ കുറേ ചാനലൊക്കെ ഉണ്ട്. മുംബൈ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന ഇവരുടെ ഏരിയയിലൊന്നും കേട്ടോ, ഇത് പുറത്താണ്. ഇവിടുത്തെ ഒരു സാധാരണ റോഡല്ലേ, ആ പാരലുള്ള റോഡാണ്. അവരുടെ ഏരിയയിൽ കടന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, അതൊക്കെ നിയമവിരുദ്ധമാണ്. ചെയ്ത ആദ്യം വെടിയായിരിക്കും, പിന്നെയുള്ള പറച്ചിലൊക്കെ. ആദ്യം വെടി പിന്നെ പറച്ചില്. അപ്പം നമുക്ക് ഇവിടെ ശരിക്കും വൈകിട്ടൊക്കെ ഭയങ്കര ആൾക്കാരാണ് ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ. അപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ സേഫാണ്. അപ്പം ഇവിടെ ഒന്നും എടുക്കാൻ ആരും അതിൻ്റെ അപ്പുറം പോകരുത്, അപ്പുറം പോയാൽ പണി കിട്ടും. അതെ, ആദ്യം വെടിയായിരിക്കും, പിന്നെ ആയിരിക്കും കേസൊക്കെ വരുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓരോ പടക്കം പൊട്ടത്ത് ഗുണ്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പ്ലെയിൻ പറത്തുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴൊക്കെ ഈ ബേർഡ് സ്ട്രൈക്ക് എന്ന സംഭവം, അതായത് ഈ കിളികളൊക്കെ വന്ന് ഈ പ്ലെയിൻ്റെ മുന്നിൽ വന്ന് പെട്ട് ഇടിച്ച് പൈലറ്റിന് ആ കൺട്രോൾ പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരും. ബേർഡ് സ്ട്രൈക്ക് അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കിളികളൊന്ന് റൺവേ ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടിക്കുന്നത്. അത് ഭയങ്കര ബേർഡ് സ്ട്രൈക്ക് വന്നാൽ പിന്നെ പെട്ടുപോയി. ഈ എഞ്ചിനിലൊക്കെ വന്ന് കയറി ആ ബ്ലേഡൊക്കെ പൊട്ടിയാലേ എഞ്ചിൻ ഫെയിലിയറൊക്കെ ആവും. അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്. ചില ഫ്ലൈറ്റിൽ ഇങ്ങനെ അറ്റം വന്നിട്ടാണ് തിരിയുന്നത്, ചില ഫ്ലൈറ്റിലുണ്ട് അവിടെ നിന്ന് തിരിയും. ഇപ്പോൾ 320 ആയതുകൊണ്ട് 320 ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും അതിനല്ലേ, ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ കൊച്ചിയിൽ ബംഗളൂരു പോകുന്ന ഒരു ഇൻഡിഗോ ആണ്, എയർബസ് A320. ഇൻഡിഗോ എല്ലാം 320 ആണല്ലോ. മറ്റേ 777 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് 777 ഒന്നും വരത്തില്ല. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ആ റൂട്ടാണ് ശരിക്കും ഈ കൊച്ചി എന്നുള്ള ബിസിയസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത്. 10 മണിക്ക് പോകേണ്ട എത്തിഹാട് ഇതിലായിട്ട് പോയിട്ടില്ല. ഇവരെന്ത് ഇന്ത്യൻ റെയിൽവേ കണ്ടുപിടിക്കാൻ തോന്നുന്നല്ലേ, ഇന്ത്യൻ റെയിൽവേ എതിരില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കും. വെറുതെ ഇന്ത്യൻ റെയിൽവേ വില കളയാൻ വേണ്ടി ഓരോ പരിപാടി. സമയത്തിന് വിടരുത് ഇവർക്ക്. നമുക്കങ്ങനെ പറയാം, സമയത്തിന് വിടരുത് തോന്നുന്നത്. അവർക്ക് കുറേ കാര്യമൊക്കെ ഉണ്ടാകും, ക്ലൈമറ്റിൻ്റെ കാര്യം ഉണ്ടാവും, കാറ്റ്, അങ്ങനെ പല വെതർ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ഇൻഡിഗോയുടെ ATR വിമാനമാണ് ഇപ്പോൾ അങ്ങോട്ട് ലാൻഡ് ചെയ്തത്. എനിക്കൊന്ന് കാറ്റിൻ്റെ ഡയറക്ഷൻ മാറിയോണ്ട് ഇവരിപ്പോൾ ടേക്ക് ഓഫ് അപ്പുറത്തുനിന്നാക്കി. എറ്റിഹാഡ് എയർവേസിൻ്റെ ഒരു അബുദാബി പോകുന്ന ഒരു വിമാനമാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. നമ്മുടെ 777 ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. എമിറേറ്റ്സിൻ്റെ കൊച്ചിൻ ദുബായ്. ഞാൻ ഇപ്പോൾ 2 ഫോട്ടോ ഒക്കെ എടുക്കട്ടെ.
ആ 777 പോയത് എന്തോ ശബ്ദമായിരുന്നു. ഭയങ്കര വലിപ്പമാണ്. ഈ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല. ഭയങ്കര വലിപ്പമാണ്. നമ്മൾ വിചാരിക്കുന്നതിലും വലിപ്പമാണ്. ഞാൻ ആദ്യം ഇത്ര അടുത്ത് നിന്ന് ട്രെയിനിൽ അത് അടുത്ത് നിന്ന് ഇങ്ങനെ പ്ലെയിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അടിപൊളി കേട്ടോ. ഒരു ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. കൊച്ചിയിൽ നിന്ന് കൊളംബോ വരെ പോകുന്നതാണ്. ഫുള്ള് മഴക്കാർ വീണ്ടും വെച്ച് നല്ല അടിപൊളി മഴ വീണ്ടും പെയ്യും. ക്ലൈമറ്റ് ഉണ്ടോ, നമ്മൾ നിൽക്കുന്ന ഭാഗം മൊത്തം ഇങ്ങനെ മൂടി നിൽക്കുക. ആ റൺവേയുടെ ആ പകുതി കഴിഞ്ഞാൽ ആ ഭാഗത്ത് മൊത്തം വെയിൽ. എന്തല്ലേ. നല്ല കാറ്റാണ് ഇവിടെ. ഇപ്പൊ 787 ഡ്രീം ലൈനർ ലണ്ടൻ വരുന്നുണ്ട്. ലണ്ടൻ കൊച്ചി പ്ലെയിൻ സ്പോട്ടിങ്ങിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് വരുന്നുണ്ട്. ഷാർജയിൽ നിന്ന് കൊച്ചി വരുന്ന നമ്മുടെ ആറന്മുള വള്ളങ്ങളുടെ ലിവറി ഉള്ള നൈറ്റ് അല്ലടാ. ടെയിലുണ്ട്. കാണിച്ചു തരാം വരുമ്പോൾ. അങ്ങനെ ആറന്മുളക്കാരൻ ആറന്മുള വള്ളത്തിന്റെ പടമുള്ള ഫോട്ടോ എടുത്തു. ഏത് വള്ളമാണ് അത് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കാം. അപ്പം ഞങ്ങളിവിടെ പ്ലെയിൻ സ്പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ട്രെയിൻ സ്പോട്ടിംഗ് നിന്നിരിക്കുകയാണ്. ഇവിടെ എയർപോർട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള സ്റ്റേഷനായ ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയ്ക്കുള്ള ഒരു കുഞ്ഞു സ്റ്റേഷനാണ് ഈ ചൊവ്വര. ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ആരുമില്ല കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേഷനാണ് കേട്ടോ. ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. നമുക്കകത്തേക്ക് പോവാം. ഇവിടെയൊക്കെ ആകെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ പിന്നെ മെമു അങ്ങനെ കുറച്ച് വണ്ടിയേ ഉള്ളൂ. വണ്ടി നിർത്താറേ ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ട്രാക്ക് ഇങ്ങനെ ഒരു ട്രാക്ക് അതിൻ്റെ അപ്പുറത്തുമാണ്. ഇങ്ങനെ ഒരു പാർട്ടീഷൻ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ സ്പോട്ട് ചെയ്യാം. വളരെ സൈലൻസ് കേട്ടോ. പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നു. നല്ല ശബ്ദം കേൾക്കാം. ഇത് നല്ല വൈബ് സ്റ്റേഷനാണ് കേട്ടോ. ട്രെയിൻ സ്പോട്ടിങ്ങിനൊക്കെ പറ്റിയ സ്റ്റേഷനാണ്. ഭയങ്കര കാമൻ ഗേറ്റാണ് അല്ലേ. ഫുൾ ഒന്നുമില്ല. ഭയങ്കര സൈലൻസ് ആണ്. ഞങ്ങളിപ്പം ധൻബാദ് ആലപ്പുഴയുടെ ഒരു പിക്ക് എടുത്തു. വീഡിയോ എടുത്തില്ല കാരണം അത് നല്ല അടിപൊളി ലോക്കമായിരുന്നു. റിപ്പബ്ലിക് ഡേ ദിനത്തോടനുബന്ധിച്ച് അടുപ്പിച്ചൊരു റോയബർത്തിൻ്റെ ഒരു പീസോനായിരുന്നു അതിൻ്റെ ലോക്കോ. അപ്പോൾ അതിൻ്റെ ലോക്കോ പോയിൻ്റെ അക്നോളജ്മെൻ്റ് ഒക്കെ തന്നെ ലൈറ്റ് കിട്ടി കാണിച്ചു. അപ്പോൾ ആ പിക്കാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പം മറ്റേ കൊച്ചുവേളി ചണ്ഡീഗഡ് കേരള സമ്പർക്ക് അത് വരുന്നുണ്ട്. ഞങ്ങൾ വന്ന ടൈം എന്തായാലും തെറ്റിപ്പോയി. കാരണം ഈ സമയത്ത് വേറെ വണ്ടിയൊന്നുമില്ല ഗൈസ്. ഉച്ചയാണ്. അപ്പോൾ വേണ്ട കുറച്ച് വണ്ടികൾക്കൊക്കെ എടുക്കാം നമുക്ക് എന്തായാലും. ഇവിടെ ആകെ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ 4 വണ്ടി മാത്രമേ ഉള്ളതുണ്ടോ. അപ്പോൾ ഇനി അടുത്ത വണ്ടി എപ്പോഴാണ്? 3 പതിനുള്ള ഗുരുവായൂർ എറണാകുളം. പിന്നെ അത് കഴിഞ്ഞ് 3:30 എറണാകുളം പാലക്കാട്, 4:15 ഷൊർണൂർ മെമു, രാത്രി 8:00 ഗുരുവായൂർ പാസഞ്ചർ. ഇത്രയും. ഞങ്ങളിവിടെ നിന്നപ്പോഴേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് മല കാണാം. അങ്ങ് ദൂരെ കണ്ടോ. അടിപൊളി. എനിക്കൊന്ന് ആ പാലക്കാട് ആ ഭാഗമാണെന്ന് തോന്നുന്നത്. മാപ്പിൽ കണ്ടപ്പോൾ ആ പീച്ചിന്നാണ് കണ്ടത്. പീച്ചി. ഇപ്പോൾ 2 വണ്ടി വരുവേ.
മംഗളമായിട്ട് അങ്ങോട്ട് ഇപ്പോൾ പോയി. ഇനിയിപ്പോൾ പരശുറാം വരും. പരശുറാം അപ്പുറത്തെ ട്രാക്കിലൂടെ വരുന്നുണ്ട് ഇപ്പോൾ. ഈറോഡിന്റെ WAP7 ഭവാനി എന്നാണ് പേരുള്ള ഒരു WAP7 ആയിട്ട് നമ്മളെ പോകുന്നത് നേത്രാവതി എക്സ്പ്രസ് ആണ് മുംബൈക്ക് പോകുന്നത്. ഭവാനി. ഞാൻ പറഞ്ഞില്ല, ഓരോ ഷെഡുകാരൊക്കെ ഇതേപോലെ ലോക്കോയ്ക്കൊക്കെ ഓരോ പേര് കൊടുക്കും. ഈറോഡിന് അങ്ങനെ കുറേ ലോക്കോ ഉണ്ട്. ഇതേപോലെ ഭവാനി ഉണ്ട്, ശിരുവാണി ഉണ്ട്, പിന്നെ കാവേരി ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഫസ്റ്റ് WAP7. ശിരുവാണി 75ാമത്തെ. ഇപ്പോഴും ഇതേപോലെ 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവും. അപ്പോൾ ഈ ട്രാക്കിൽ കൂടെ മറ്റേ ലോക്മാൻ ഇതിലേക്ക് കൊച്ചുവേളി പോകുന്ന ഗരീബ്രത് വരുന്നുണ്ട്. കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോർ പോകുന്ന അഹല്യനഗരി എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. അത് ഇന്ന് 2.25 മണിക്കൂറൊന്നും ലേറ്റ്, റീഷെഡ്യൂൾഡാണ്. ഈ വണ്ടിക്ക് മൊത്തം 5 സ്ലീപ്പർ, ബാക്കി പിന്നെ ഒരു 2 ടയറും 1-2 2 ടയറുണ്ട്, പിന്നെ ബാക്കിയുള്ള എക്കണോമിയാണ്. ഇവിടെ നിർത്തുന്ന ഏക വണ്ടിയല്ല ഈ സമയത്തുള്ള വണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. മറ്റേ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. കയറാനാകെ 2-3 പേരുള്ള ഇവിടെ. ആരക്കോണം ഷെഡിൻ്റെ ഒരു WAP4 ആണ്. 22-55-8 ഇതാണ് ലോക്കോ. ഇടയ്ക്കൊരു നീല കൊച്ചൊക്കെ ഉണ്ടല്ലോ, കൊള്ളാമല്ലോ. നോർത്ത് ഈസ്റ്റേൻ്റെ അടിപൊളി. അപ്പോൾ ഇന്നത്തെ പ്ലെയിൻ സ്പോട്ടിംഗ് പ്ലസ് ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. കോഴി വൈകിട്ടൊക്കെയാണ് കൂവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പ്ലെയിൻ സ്പോട്ടിംഗ് ഇത്ര ക്ലോസ് ആയിട്ട് ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. നമ്മുടെ വൈകിട്ടാകുമ്പോൾ അവിടെ നല്ല തിരക്കാണ് ആ ഭാഗത്ത്. അവിടെ ഒരു മറ്റേ റൺവേ തട്ട് കിടന്നുണ്ട് കടയൊക്കെ ഉണ്ടല്ലേ, വൈകിട്ടാകുമ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ.
പോവാണ് രാവിലെ പാതിരാത്രിയിലെല്ലാം പാതിരാത്രിയിലും തിരക്കാണ്, ഭയങ്കര തിരക്കാണ്, വൈകിട്ടൊക്കെയാണ്. നമ്മൾ രാവിലെയാണ് പോയത്. അപ്പോൾ അത് അടിപൊളിയാണ് സംഭവം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ കേരള ഓൺ റീൽ സീരീസ് ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ പറയൂ.